പൗരത്വ നിയമം എന്ത് അപകടം, എന്ത് കുന്തമാണ് അയാൾ പറയുന്നത്. ഈ മനുഷ്യന് വിവരം വേണ്ട പറയുന്നത്. എന്താ നിയമം? ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ BJP നേതൃത്വം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടെന്ന് എൻ്റെ അഭിപ്രായം. എന്താ അത് നിയമം? ആ നിയമത്തിൽ പറയുന്നത് 2014 മുമ്പ്, മനസ്സിലായില്ലേ, 2014 മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറിയ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സികളുമായിട്ടുള്ള വേദനിക്കുന്നവർക്ക് പൗരത്വം കൊടുക്കുന്നു. മനസ്സിലായോ? ഇതാകെ എത്ര ഇടുന്നത് മുസ്ലിങ്ങൾക്കില്ല എന്നുള്ള അത് ഇങ്ങനെ ഉള്ള ചോദ്യം ചോദിക്കരുത്. റിപ്പോർട്ടർക്കാരെ ഇങ്ങനെ ഉള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. കാരണം പാകിസ്ഥാനും മുസ്ലിമിനും ഇവിടെ പ്രീണനം, അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിമിന് പീഡനമുണ്ടോ? ബംഗ്ലാദേശിൽ മുസ്ലിമിന് പീഡനമുണ്ടോ? പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തു. ക്രിസ്ത്യാനി 5-6 പള്ളിയുണ്ട്, ബാക്കിയെല്ലാം തകർത്തു. അവിടെ പീഡനം ക്രിസ്ത്യാനിക്കിട്ട് ഹിന്ദുവിനിട്ടും സിഖിനും പാഴ്സിക്കിട്ടുക. ബംഗ്ലാദേശിൽ 1000 വിവരക്കെടുതിനെ കാണിക്കുന്ന മുസ്ലിമിനവിടെ പീഡനം. പിന്നെ മുസ്ലിമിന് പൗരത്വം. ഇപ്പോൾ ഇന്ത്യ ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് പറഞ്ഞ് ഒരു ഒറ്റ മുസ്ലിം തീവ്രവാദികൾ ഇറങ്ങിയിട്ട് അവന്മാരുടെ ഒരു ആഗ്രഹമുണ്ട് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെയുള്ള എല്ലാ മുസ്ലിം ഇന്ത്യക്ക് കയറ്റി പൗരത്വം കൊടുത്താക്കണം. അത് സൗകര്യമില്ല ഇവിടെ കൊടുക്കാൻ. വിഘടനവാദികൾക്ക് ഇവിടെ ഒരു അവകാശമില്ല. ഇവരെയൊക്കെ അടിച്ചോടിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം പൗരത്വമുള്ള വിഘടനവാദികളുണ്ട്, അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പൗരത്വ നിയമപ്രകാരം എത്ര പേർക്കാണ് പൗരാവകാശം കിട്ടുന്നത്? ആകെ ഞാൻ നോക്കി 5000 ഹിന്ദുക്കൾക്കാണ് കിട്ടുന്നത്, ക്രിസ്ത്യാനി 2000, ബാക്കി എല്ലാം കൂടെ 10,000 താഴെ ആളുകൾക്ക് പൗരാവകാശം ഇന്ത്യൻ പൗരനായി മാറുന്നതിനുള്ള കുശുമ്പുമായിട്ടാണ് ഈ കേരളം മുഴുവൻ വഴക്കുമായിട്ട് നടക്കുന്നത്. കേരളം ബംഗാളും അല്ലാതെ വേറെ വല്ലവരും ഇതിന് ഇറങ്ങിയിട്ടുണ്ടോ? പിണറായിക്ക് എന്ത് തലയ്ക്ക് സിരക്കേടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ സിരക്കേട് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഡൽഹിയിലെ മുഖ്യമന്ത്രി ഇപ്പം ED കസ്റ്റഡി എടുത്തിരിക്കുക, ജയിലിലായിട്ടുണ്ട്. ഇപ്പം പിണറായിക്കും അത് വരുമെന്ന് പിണറായിക്ക് അറിയാമല്ലോ. മകൾ ഉൾപ്പെടെ എല്ലാം ജയിലിൽ പോകാൻ നിൽക്കുക. അപ്പോൾ വേവലാതി കൂടിയിട്ടുണ്ട് പിണറായിക്ക്. അതുകൊണ്ട് ഇവിടുത്തെ 10,000 പേർക്ക് പൗരാവകാശം കൊടുക്കുന്നതിന് 20,000 മുസ്ലിങ്ങളെ വിളിച്ചു വിട്ടിട്ട് വല്ല കാര്യമുണ്ട്? അവിടെ മുസ്ലിംക്ക് പീഡനമില്ല. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് മറ്റ് രാജ്യങ്ങളും മുസ്ലിം വന്നാൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. നീ എന്നാ തർക്കം?